തിരുവനന്തപുരം വിഴിഞ്ഞത്തെ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചതിന് പിന്നാലെ ശാരീരിക ബുദ്ധിമുട്ട് അനുഭവിച്ചവർ ആശുപത്രിയിൽ മരിച്ചു. ഭക്ഷ്യവിഷബാധയെന്നാണ് സംശയം. കൊല്ലം നിലമേൽ സ്വദേശികളാണ് മരിച്ചത്. 11 മണിക്ക് പോയി. ഇവിടെ നിന്ന് 9 മണിക്ക് നിലമേലിരുന്ന് പോയതാ. ഇവിടെ 11-11:15 എത്തിയപ്പോൾ പുട്ട് കളിഞ്ച് തോരൻ മേടിച്ച്, മീൻ മുട്ട മേടിച്ച്, അപ്പം മേടിച്ച്, പൊറോട്ട മേടിച്ച്. നമുക്കൊന്നും പ്രശ്നമില്ല. അമ്മ വരുമ്പോൾ നെഞ്ച് വേദന എന്ന് പറഞ്ഞ് നാക്ക് കിടന്ന് തളർന്ന് പിന്നെ വെള്ളം ചോദിച്ച്. വെള്ളം അപ്പം കടയില്ലായിരുന്നു. കുറേ നേരം വന്നപ്പോൾ കട്ടൻ ചായ മേടിച്ച് കൊടുത്ത്. പിന്നെ അവിടെ നിന്ന് മട്ടപ്പള്ളിക്കാരൻ സർത്തിച്ച്, അതായത് ഷാജിങ് ആള് സർത്തിച്ച്. അങ്ങനെ ആട്ടിയങ്ങാലിൽ പയ്യന്മാർ 5-6 പയ്യന്മാരുണ്ട്. അത് നമ്മൾ എന്തൊരു പ്രശ്നം കാണി അവർ വന്ന് അങ്ങനെ നിലമേൽ വണ്ടി നമ്മൾ ആക്കിയതാണ്. വിവരങ്ങൾ നൽകാനായി ലിജോ റോളൻസ് ചേരുകയാണ്. ലിജോ, ഇവർ രണ്ടുപേരുടെയും മരണത്തിന് കാരണമായത് ഭക്ഷ്യവിഷബാധ തന്നെയെന്ന് ആശുപത്രി അധികൃതർ സ്ഥിരീകരിക്കുന്നുണ്ടോ? ജിൽസി, നിലമേൽ സ്വദേശികളായിട്ടുള്ള റഷീദ ബീബി, മരുമകനായിട്ടുള്ള ഷാജി എന്നിവരുടെ മരണത്തിലാണ് ഇപ്പോൾ ഭക്ഷ്യവിഷബാധ എന്നുള്ള ഒരു ആരോപണം ഉയർന്നിരിക്കുന്നത്. അത് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിന് കൃത്യമായി പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ഉൾപ്പെടെ ഉള്ള കാര്യങ്ങൾ എത്തിയാൽ മാത്രമേ ഭക്ഷ്യവിഷബാധയാണോ എന്നുള്ളൊരു കാര്യത്തിൽ ഒരു സ്ഥിരീകരണം വരുത്താൻ കഴിയുകയുള്ളൂ. ഇന്നലെ ഏകദേശം 9 മണിയോടുകൂടെ നിലമേലിൽ നിന്നും 6 അംഗ സംഘമാണ് ഇത്തരത്തിൽ വിഴിഞ്ഞത്തേക്ക് ഈ മത്സ്യവിഭവങ്ങൾ, കടൽ വിഭവങ്ങൾ കഴിക്കുന്നതിന് വേണ്ടി പോയത്. അവിടേക്ക് പോകുമ്പോൾ അതിൽ 5 പേർ കുടുംബാംഗങ്ങളായിരുന്നു. ഒന്ന് മരിച്ച റഷീദ ബീവി, മരുമകനായിട്ടുള്ള ഷാജി, ഈ ഷാജിയുടെ ഭാര്യയായിട്ടുള്ള സജീന, ഒപ്പം തന്നെ ഇവരുടെ 10ഉം 15ഉം വയസ്സുള്ള മക്കളും, ഒപ്പം ഇപ്പോൾ പ്രതികരിച്ച കണ്ണൻ. ഇവർ 6 പേരായിട്ടാണ് അവിടേക്ക് പോകുന്നത്. 11 മണി കഴിഞ്ഞ സമയത്ത് വിഴിഞ്ഞം ഹാർബറിലേക്ക് എത്തുന്നു. അവിടുത്തെ ഒരു കടയിൽ കയറി അതായത് കണവ ഉൾപ്പെടെ മീൻമുട്ട ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ അവർ കഴിച്ചു. തിരികെ വരുന്ന വഴിക്ക് വെച്ചിട്ടാണ് ഇത്തരത്തിൽ ശാരീരിക അസ്വസ്ഥതകൾ ആദ്യം റഷീദ ബീവിയിൽ കാണപ്പെട്ടത്. ഒരു നെഞ്ചുവേദന എടുക്കുകയും തൊണ്ട വരളുന്നത് പോലെയൊക്കെ ഒരു ബുദ്ധിമുട്ടൊക്കെയാണ് ഉണ്ടാവുകയും ചെയ്തത്. ഇവരെ വെള്ളം കുടിക്കുന്നതിന് വേണ്ടി കാറ്റിങ്ങൽ ഭാഗത്തേക്ക് നിർത്തുന്ന സമയത്താണ് മരുമകൻ ഷാജിക്ക് ഇത്തരത്തിൽ ഈ ഛർദി അനുഭവപ്പെടുകയും തുടർന്നാണ് ഇവരെ 2 ആശുപത്രിയിലേക്ക് മാറ്റിയത്. ഒരാളെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക്, മറ്റൊരാളെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കുമായിട്ടാണ് മാറ്റുകയും ചെയ്തത്. ഈ 2 പേരുടെയും മരണം സംഭവിക്കുകയും ചെയ്തു. സജീനയെ ശാരീരിക ബുദ്ധിമുട്ടുകളെ തുടർന്ന് ആദ്യം പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും തുടർന്നിപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ ഈ കുടുംബം, അതായത് പല ആളുകളും പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇത്തരത്തിൽ ഭക്ഷ്യവിഷബാധ ഉണ്ടായി എന്നുള്ളൊരു കാര്യമാണ്. പക്ഷേ മറു ചോദ്യം എന്ന് പറയുന്നത് 6 പേരടങ്ങുന്ന സംഘത്തിൽ എന്തുകൊണ്ട് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുകൾ വന്നില്ല? ആ ദിവസം അവിടെ 100 കണക്കിന് ആളുകൾ കഴിച്ചിട്ട് പോയിട്ട് മറ്റാർക്കും പ്രശ്നങ്ങൾ വന്നില്ല. അപ്പോൾ ഈ എന്തായാലും പോലീസ് വിഴിഞ്ഞത്ത് ഈ സ്ഥാപനത്തിലേക്ക് എത്തി അവിടെ പരിശോധന നടത്തി. അവിടെ മറ്റാരും പ്രവേശിക്കാത്ത രീതിയിൽ താൽക്കാലികമായി അത് അടയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. അവിടെ ആരോഗ്യ വിഭാഗത്തിന്റെയൊക്കെ വിശദമായ പരിശോധന നടക്കും. എന്തായാലും ആ റിപ്പോർട്ടുകൾ ലഭിച്ചാൽ മാത്രമേ ഇത് എങ്ങനെയാണ് ഈ മരണം സംഭവിച്ചത്, അത് ഇത്തരത്തിൽ ഭക്ഷ്യവിഷബാധ തന്നെയാണെന്നുള്ള ഒരു കാര്യത്തിൽ സ്ഥിരീകരണം വരുത്താൻ കഴിയും. എന്തായാലും നിലമേലിലെ ഒരു കുടുംബത്തിൽ ഒറ്റൊരു ദിവസം കൊണ്ട് അനാഥമായി എന്നുള്ളതാണ് അതിൽ ഏറ്റവും വേദനപ്പെടുത്തുന്ന ഒരു കാര്യം.